നമ്മുടെ വേടൻ ബലാത്സംഗ കേസിൽ പെട്ടിരിക്കുകയാണ്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വേടൻ ഇപ്പം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത കേസിലോട്ട് പോണത്. ആദ്യം കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം പുലിപ്പല്ല് കേസിൽ, ഇതൊക്കെ ഓരോരുത്തരും കുടുക്കിയതാണ്. ഇപ്പം എന്താ അടുത്ത പെണ്ണ് കേസിലും കൂടെ യുവ ഡോക്ടറെ, കോട്ടയത്തുള്ള യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. വിവാഹ വാഗ്ദാനം എന്ന് പറയുമ്പോൾ 2 പേരുടെയും പരസ്പര ഇഷ്ടത്തോടെ ആയിരിക്കും അവർ പ്രേമിച്ച് അത് കഴിഞ്ഞിട്ട് അവർ ചിലപ്പം പരസ്പര ഇഷ്ടത്തോടെ അവർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിന് പറയണത് കൊച്ചിയിലും കോഴിക്കോടും കൊണ്ടുപോയി പീഡിപ്പിച്ച് 2021 മുതൽ 23 വരെ പീഡിപ്പിച്ചു. ഇത്രയും നാൾ രംഗത്ത് വരണ്ടേയിരുന്നു. അന്നൊന്നും പീഡനമല്ലായിരുന്നു. അന്ന് ഒരു പക്ഷേ വേടൻ അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അവർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരിക്കും. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ പോയി ഓരോ സ്ഥലങ്ങളിൽ അവർ പോയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് ഇപ്പം അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇപ്പം കല്യാണം കഴിക്കണില്ല. ഇത് എല്ലാ പെൺപിള്ളേരെയും ഒരു അടവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ചിലപ്പോൾ അവർ പരസ്പരം പറഞ്ഞായിരിക്കും പിരിഞ്ഞിട്ടുള്ള. ഇതിനെ ആ പെൺകുട്ടിയെ മിക്കവാറും ഈ യുവ ഡോക്ടർ ആരോ കുത്തിത്തിരിപ്പുണ്ടാക്കി. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. രംഗത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 2 മാസമായി മറ്റേ കേസിൽ നിന്ന് ഊരിപ്പോയിട്ട്. പിന്നെ വേറെ ഏതോ ഒരു ഇതേ രീതിയിലുള്ള ഒരു ഇഷ്യൂ വന്ന് ഈ യുവ ഡോക്ടർ ഇപ്പം കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇനി വേടൻ്റെ അടുത്ത് അന്വേഷിക്കട്ടെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. അല്ല, അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കും. ഇപ്പോൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രാഥമികമായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ശേഷം നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം. പഴയ സംഭവങ്ങളാണ് പറയുന്നത്. സാക്ഷികളടക്കം ഉണ്ടോ? എങ്ങനെയാണ് പോയത്? അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മളതൊക്കെ വെരിഫൈ ചെയ്യും എന്താണെന്ന്. ഈ പരാതിയിൽ വ്യക്തമായ പേരുകളുണ്ട്, പലരുടെയും പേരുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് അതെ, ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പരിശോധിക്കും. അവരായിട്ട് സംസാരിക്കും, സാക്ഷികളെ കണ്ട് ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടി എടുക്കും. അല്ല, ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കാം. എടുത്തു. ഇന്നലെ മൊഴിയെടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. അല്ല, അത് നമ്മളിത് ഒത്തിരി പ്രാഥമികമായ ഒരു സ്ഥിതിയിലാണ്. നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചെയ്യാം. നിലവിൽ എന്തൊക്കെ സെക്ഷൻസ് ആണ്? 376, 376(2)N IPCയുടെ സെക്ഷൻസാണ് ഉള്ളത്. ഈ യുവതിയുടെ പരാതിയിൽ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ വേടനെ മാത്രമൊന്നുമല്ല, ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ക്യാഷിൻ്റെ ഇടപാട്, ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഇത് കൊടുക്കാനും പലരും കാണും. വേടനിപ്പം നല്ല ഒരു ഇതിൽ ആളുകൾ സ്നേഹിച്ച് തുടങ്ങി വേടനെ. അപ്പോൾ ഇത്രയും നാൾ ഈ സ്ത്രീക്ക് ഇതുമായിട്ട് മുന്നോട്ട് വരണ്ടായിരുന്നു. ഇപ്പം പിന്നെ ആളുകൾ വേടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും നാളില്ലാത്ത കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് ഇവർ വന്നു. അപ്പം എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഇവർ രണ്ടും കൂടെ 2 ചേരിയായി ചിലപ്പോൾ ആയിരിക്കാം. ഇവർ സ്നേഹിച്ചിട്ട് ഇവർ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കാം. പല സ്ഥലത്തും പോയി അതല്ലേ കൊച്ചിയോ കോഴിക്കോടൊക്കെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞതായിരിക്കാം. എന്നിട്ട് ഇപ്പം ഇത്രയും നാളില്ലാതെ 2021 മുതൽ 23 വരെ പീഡിപ്പിച്ചു എന്നാണ്. ഈ പീഡിപ്പിക്കണ എന്തോന്നാണ്? ഇതിങ്ങനെ പോയിട്ടല്ലേ?
ഇത് അവരെ ഇഷ്ടപ്രകാരം പോയി അവർ കഴിയണത്. പിന്നെന്തിനാണ് ഈ പെൺപിള്ളേർ പീഡനമാക്കണത്? ഇതിലെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും, അതുകൊണ്ടായിരിക്കും. ഒന്നുകിൽ വേടനെ കുരുക്കാനായിരിക്കും. ഇതെന്തായാലും കുരുങ്ങണ കേസാണെന്നറിയാം, പീഡന കേസും. അതിൽ കുറേ അങ്ങോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുമ്പം ക്യാഷിൻ്റെ ഇതായിരുന്നാലും വേറെയും അല്ലെങ്കിൽ വനിതകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞും കൊണ്ടും അതിപ്പോൾ ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് രംഗത്ത് വരക്കാൻ തുടങ്ങി, ഇന്ന കേസുകളാണെന്നും പറഞ്ഞുകൊണ്ട്. കുറച്ചുകൂടെ വിശദ വിവരങ്ങളൊന്ന് കേട്ട് നോക്കാം. ഡോക്ടർ അരുൺകുമാർ, യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതിയിൽ ഈ യുവ ഡോക്ടർ ആരോപിക്കുന്ന കാര്യം 2021 മുതൽ 23 വരെ വേടനുമായി ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേടൻ വിവാഹ വാഗ്ദാനം അടക്കം നൽകി. ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അത് സൗഹൃദമായി വളർന്നു. വിവാഹ വാഗ്ദാനം നൽകി, അത് വിശ്വസിച്ചു. അതിനിടെ കോഴിക്കോട് വെച്ചും പിന്നീട് കൊച്ചിയിലെത്തിച്ചും പീഡനത്തിന് ഇരയാക്കി. പക്ഷേ പിന്നീട് ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് വേടൻ പിന്മാറി. അത് വലിയ തോതിൽ മാനസികമായി തളർത്തി. വലിയ ട്രോമയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്മാറിയതിന്റെ കാരണമടക്കം പറഞ്ഞതുമില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിശ്വസിപ്പിച്ച് തന്നെ വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനവും ഒക്കെ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായത്. അതിനുശേഷം പക്ഷേ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു എന്ന പരാതിയാണ് കോഴിക്കോടെ ഫ്ളാറ്റിലും തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുമൊക്കെ എത്തിച്ച് പീഡനത്തിന് ഇരയാക്കി എന്നാണ് പരാതി. ആ പരാതി ലഭ്യമായതിന് പിന്നാലെ തൃക്കാക്കര പോലീസ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്, അതായത് 2021 മുതൽ 23 വരെയുള്ള കാലയളവാണ്. ആ കാലയളവിൽ പൂർണ്ണമായും വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇങ്ങനെ ഒരു ബന്ധം തുടർന്നു വന്നിരുന്നത്. അതിനിടെ പലതവണ ഇങ്ങനെ ഇരയാക്കി ഉപയോഗിച്ചു. അതിനുശേഷം കാരണമൊന്നും പറയാതെ പിന്നീട് ഒഴിവാക്കി. അത് വലിയ തോതിൽ മാനസികമായി തളർത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അങ്ങനെ വലിയൊരു വിശ്വാസ വഞ്ചന ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ബോധപൂർവ്വം കുരുക്കിലാക്കിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഈ മൊഴി കൂടിയും വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുൻപ് അടക്കം ഇരയാക്കപ്പെട്ടു എന്ന പരാതി കൂടി പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന IPC സെക്ഷൻസ് ചുമത്തിയാണ്, അതായത് 376 അടക്കം, അതായത് ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. തുടർന്ന് അതായത് ഈ കാര്യത്തിൽ എന്താണ് വേടന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്നതിനെ കുറിച്ച് നമുക്ക് പരാതി 2025 ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനിടയിലാണ് വേടന്റെ മറ്റു കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പരാതി നൽകിയത് ഇപ്പോഴാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇത് 2021 മുതൽ 23 വരെ കൊണ്ട് നടന്ന് പീഡിപ്പിച്ചെന്ന് പറയുന്നു. ഈ സ്ത്രീ ഇപ്പോഴാണ് പൊങ്ങി വരണത്. ഇത്രയും നാൾ എവിടെ പോയിരുന്നു? അപ്പോഴും നോക്കുമ്പോൾ വേടൻ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരിതും, മറ്റേ കേസുകൾ കഞ്ചാവ് കേസിലൊക്കെ കൊടുക്കാൻ നോക്കി, അതുപോലെ പുലിപ്പല്ലിൽ കൊടുക്കാൻ നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. ഇറങ്ങി വന്നിട്ട് നല്ല ഒരു ലെവലിൽ വീണ്ടും ജനങ്ങൾ വേടനെ സ്നേഹിച്ചു. ഭയങ്കരമായിട്ട് കൊച്ചു കുട്ടികൾ വരെ, എന്നിട്ട് പ്രായം ചെന്ന അമ്മമാരായിരുന്നാലും അവർ വരെ ഒരുപാട് പേര് വേടനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇതൊന്നും കണ്ടപ്പോൾ സഹിക്കുന്നില്ല. ഇത്രയും നാൾ രംഗത്ത് വരാത്ത ഒരു സ്ത്രീ ഇപ്പം രംഗത്ത് വരുന്നു. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അതിൽ നിന്ന് പിന്മാറി. അതുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ആ സ്ത്രീയുടെ ഇഷ്ടത്തോടു കൂടിയാണ് വേടനൊപ്പം കഴിഞ്ഞിട്ടുള്ളത്. ഡോക്ടർ അരുൺകുമാർ, ഇന്നലെയാണ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പുലർച്ചയോടുകൂടിയാണ് അക്കാര്യത്തിൽ കേസ് എടുക്കുന്നതിലേക്ക് തൃക്കാക്കര പോലീസ് പോയിരിക്കുന്നത്. പരാതി നൽകി ഇന്നലെ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ മൊഴിയിൽ വളരെ കൃത്യമായി ഇങ്ങനെ പല സ്ഥലങ്ങളിലായി എത്തിച്ച്, അതായത് കോഴിക്കോടും കൊച്ചിയിലും എറണാകുളത്തും തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധി പല സ്ഥലങ്ങളിലായി എത്തിച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ വിളിക്കുമ്പോൾ എന്തിനു പോണത്? ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഇതായിരുന്നു സൗഹൃദം. പിന്നെ അത് വളർന്നു വന്ന് അവർ പ്രേമമായി. ഈ പെൺകുട്ടി ആയാലും ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറയുമ്പോൾ ഇവൻ പോവും, ഏടൻ ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി പോവും. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല. എത്തിച്ച് പീഡനത്തിന് ഇരയാക്കി, ലൈംഗിക പീഡനത്തിന് ഇരയാക്കി, വിശ്വാസ വഞ്ചനയുണ്ടായി. ഇവയെല്ലാം ഈ വിവാഹം എന്ന വാഗ്ദാനത്തിന്റെ പുറത്തായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നീട് അപ്രതീക്ഷിതമായി പിന്മാറുകയായിരുന്നു. അതിന്റെ പേരിലുള്ള വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പരാതിയായി നൽകാൻ കഴിയാതെ പോയി. പിന്മാറിയത്, അതായത് വിവാഹം കഴിക്കും എന്നതിൽ നിന്ന് പിന്മാറിയത്
തുടർന്ന് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായി, പിന്നീട് വലിയ ട്രോമയിലേക്ക് പോയി. അതുകൊണ്ട് പരാതി ആ ഘട്ടത്തിൽ നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പരാതി നൽകണം എന്ന് തീരുമാനിച്ചത് ഇപ്പോഴാണ്. കാരണം ഇതാരാ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് ഈ പെൺകുട്ടിയെ. ഇനിയിപ്പം കൊണ്ടുവന്നിട്ട് ഇനി വേടൻ്റെ അടുത്തും കൂടെ ചോദിക്കും. എന്തായാലും പോലീസ് വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കും. കുറേ ഇത് വകുപ്പുകൾ വെച്ചാണ് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഗൗരവമുള്ള കേസായിട്ടാണ് തോന്നുന്നത്. വേറൊന്നുമില്ല. ഇപ്പം എല്ലാവരെയും ആരാധകനായ വേടനെ അങ്ങനെ അടുത്ത കേസിലോട്ട് കുരുക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേടനെ ചോദ്യം ചെയ്യലിലൂടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ.